നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മമ്മൂട്ടി ഫാൻസിന് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള, അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാസ് സിനിമ വരാൻ പോകുന്നത് ടർബോ. നമുക്കറിയാം, സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ നമുക്ക് ഒരുപാട് ത്രില്ലും അതുപോലെ തന്നെ സിനിമ കാണാനുള്ള ഒരു ആകാംക്ഷയിലും നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് മേക്ക് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. മമ്മൂട്ടിയുടെ ഒഫീഷ്യൽ പേജിലൂടെയാണ് സിനിമ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പേജിലൂടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമയുടെ ഒരു ലുക്ക്, അതായത് ആ ഒരു പോസ്റ്ററിലെ ലുക്ക് കണ്ടിട്ട് തന്നെ നമുക്ക് സിനിമ കാണാനുള്ള ഒരു ത്രില്ല് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരു പിടുത്തം തരാത്തൊരു നടനാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മമ്മൂട്ടി ഓരോ സംഭവങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഓരോ കഥാപാത്രങ്ങളും വളരെ മികച്ചതും അതിൻ്റെ അപ്പുറത്തേക്ക് ലെവലിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകൾ ഇറങ്ങാൻ വളരെ കാത്തിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സിനിമ പ്രാന്തൻ സത്യത്തിൽ മലയാളത്തിലുണ്ടോ എന്നുള്ളത് പോലും നമുക്ക് പറയാൻ കഴിയണില്ല എന്നുള്ളതാണ്. കാരണം ഓരോ രീതിയിലും ശാരീരികമായിട്ടാണെങ്കിലും ഫേസിലാണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, പിന്നെ സിനിമയുടെ ചിത്രീകരണത്തിലാണെങ്കിലും അതിൻ്റെ സിനിമ ഒരു പ്രൊഡക്ഷനിലാണെങ്കിലും വളരെ വ്യത്യസ്തമായി കൊണ്ടുവരുന്ന ഒരു നടനാണ് മമ്മൂട്ടി. ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് മമ്മൂട്ടി ഫാൻസിന് ആർമാദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇടിപ്പടാണ്. കാരണം ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ മമ്മൂട്ടിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ മമ്മൂക്ക ഞങ്ങൾക്ക് എന്ത് തരും, അപ്പോൾ എന്ത് വേണം എന്ന് മമ്മൂക്ക ചോദിച്ചപ്പോൾ പറഞ്ഞു ഇടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇടി വേണമെന്നുണ്ടെങ്കിൽ ഇടി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞൊരു വാക്കുകളിൽ തന്നെ നമുക്കറിയാം പടം ചുട്ട ഫൈറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഒരു ക്ലാസ് മൂവി ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഒരു ആക്ഷൻ സിനിമ നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചിട്ട് നമുക്ക് തിയേറ്ററിലേക്ക് പോകാം. കാരണം വൈശാഖിൻ്റെ ഒരു കോമ്പോയിൽ നമുക്കറിയാം മധുര രാജ, പോക്ക് രാജയിലൊക്കെ നല്ല ഫൈറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സിനിമയാണ്. സിനിമയുടെ മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കുറച്ച് സിനിമകൾ കൊണ്ട് നല്ലൊരു സംവിധായകൻ എന്ന പേരിലേക്ക് അറിയപ്പെട്ടിട്ടുള്ള ഒരു സംവിധായകനാണ് മിഥുൻ മാനുവൽ തോമസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെയധികം പ്രതീക്ഷയിൽ തന്നെയാണ്. സിനിമ പിന്നെ സംവിധാനം ചെയ്യാൻ പോകുന്നത് വൈശാഖ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മമ്മൂട്ടി ഫാൻസിനും നമുക്കൊക്കെ ഒരു രോമാഞ്ചം ഇപ്പം തന്നെ ഉണ്ട്. സിനിമ കാണാനുള്ള ഒരു സസ്പെൻസിലാണ് കേട്ടോ നമ്മളിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് സിനിമ തിയേറ്ററിലേക്ക് വരാൻ വേണ്ടി ാണ് ഡേറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ മാസം 13 ആണ് സിനിമ എത്താൻ പോകുന്നത് തിയേറ്ററുകളിലേക്ക്. ഇപ്പോൾ തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂക്കയ്ക്ക് തുടർന്നും വിജയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ തന്നെ ടർബോ എന്ന് പറയുന്ന സിനിമയും വരുമ്പോൾ വളരെ പ്രതീക്ഷയിലാണ്. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ 5ാമത് ചിത്രമാണ്, അതായത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള 5 ചിത്രം സൂപ്പർ ഹിറ്റ് ആണ്. അപ്പോൾ തന്നെ ഈ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കുക എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ അത്ര രീതിയിൽ മേക്കിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമ നിർമ്മിക്കാൻ പോകുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ്. നമുക്കറിയാം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നത്. കാരണം കുറച്ച് സിനിമകൾ കൊണ്ട് തന്നെ സിനിമ വളരെയധികം കമ്പനി എന്ന് പറയുന്നത് അത്രയും മാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് എഴുകി ചേർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളൊരു പ്രതീക്ഷ വെച്ചിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ 5ാമത് ചിത്രമാണ് ടർബോ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു സെലക്റ്റീവിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു സൂപ്പർ ഹിറ്റ് തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2023-24 നല്ല സിനിമകളാണ് മലയാളികൾക്ക് സമ്മാനിച്ചിരിക്കുന്നത്. വെച്ചാൽ മലയാളത്തിൽ നിന്ന് ഒരുപാട് നല്ല സിനിമകൾ വന്നിട്ടുള്ള ഒരു ടൈമാണ്. 2023 ഫസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു വെടിക്കെട്ടിന് തിരി കൊളുത്തുന്നത് പോലെ ആദ്യത്തെ തിരി കൊളുത്തിയിരിക്കുന്നത് മമ്മൂക്ക, അതായത് മമ്മൂട്ടിയുടെ കുറച്ച് നല്ല നല്ല സിനിമകളാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ 2023-24 നല്ല സിനിമകൾ നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ തന്നെ ഇദ്ദേഹം ഒപ്പം ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ ഓരോ പടങ്ങളും വളരെ വ്യത്യസ്തമായുള്ള രീതിയിലാണ് മമ്മൂക്ക സെലക്ട് ചെയ്ത് ഇപ്പോൾ തിയേറ്ററിലേക്ക് ഇറക്കുന്നത്. എല്ലാ സിനിമകളും നല്ല അഭിപ്രായം നേടി നല്ല കളക്ഷനിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള ബ്രഹ്മയുഗം, അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പോലും നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത്രമാത്രം രസകരമായിട്ടുള്ളൊരു സിനിമയാണ് ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു സിനിമ ടർബോ മമ്മൂക്ക സെലക്ട് ചെയ്തിരിക്കുന്നതും നമ്മൾ ഞെട്ടിക്കുന്നതോളം ഉറപ്പാണ്. എന്തായാലും തിയേറ്ററിൽ സിനിമ വരട്ടെ, നല്ലൊരു സിനിമ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. മമ്മൂട്ടിക്ക് തുടർന്ന് നല്ല വിജയങ്ങൾ കിട്ടുന്ന ടൈമാണ്. അപ്പോൾ ഈ ഒരു സിനിമയും സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.